എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വിനോദിനെ ചെറുക്കനെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട് സുചിത്ര. അന്നേരം ഞാൻ വരുന്നില്ല, നീ പൊയ്ക്കോ എന്ന് പറയും. എല്ലാവരും ചെറുക്കനെ സ്വീകരിക്കാനൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നു. കല്യാണത്തിൻ്റെ ഓരോ തിരക്കുകളിൽ ഓരോരുത്തരും ഓടി നടക്കുവാണ് ഓരോ സ്ഥലത്തോടെ. അന്നേരം വിനോദ് മാറി നിന്ന് രണ്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അവർ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവർ വന്നെന്ന് ചോദിക്കുമ്പം അവർ കോമ്പൗണ്ടിൽ കയറിയിട്ടുണ്ടെന്ന് പറയും. മാന്യമായ വേഷമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എടുത്ത്. അന്നേരം കുഴപ്പമില്ല, ഞങ്ങൾ മാന്യമായ വേഷത്തിൽ തന്നെയാണ് വന്നതെന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, നിങ്ങൾ ഫ്രണ്ടിലൂടെ കയറി വരണ്ട, ആ സൈഡിലെ ഡോറ് വഴി അകത്തോട്ട് കയറി വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അവർ സൈഡിലെ ഡോറ് വഴി അകത്തോട്ട് വിനോദിൻ്റെ അടുത്തേക്ക് എത്തുക. പിന്നെ കാണിക്കുന്നത് ആകെ തിരക്കായിട്ട് ഓടി നടക്കുവാണ് മാഷ്. സ്റ്റേജിൽ വന്ന് വിശ്വജിത്തിനോട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ അവിടെ ഇരിക്കുന്ന പൂജാരിയോട് പറയുന്നുണ്ട്, ചെറുക്കാൻ വരാനുള്ള സമയമായി, അതുകൊണ്ട് പൂജയൊക്കെ തുടങ്ങിക്കോ എന്നും പറയും. എന്നിട്ട് ഇറങ്ങി പോരുന്ന സമയത്താണ് വിനോദിനെ കാണുന്നത്. അന്നേരം വിനോദിനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഒരു സൈഡിലോട്ട് മാറിയിരുന്നത്, വരുന്നില്ലേ ചെറുക്കനെ സ്വീകരിക്കാനെന്ന് ചോദിക്കും. ഒന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറയും. അന്നേരം കൂടി ഇരിക്കുന്ന രണ്ടുപേരെ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പറയും, ഒരാൾ ഡ്രൈവറും മറ്റേ ആൾ ഫ്രണ്ടുമാണ് എന്ന് പറയുവാണ്. അങ്ങനെ അവരവിടെ ഇരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മാഷ് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പം പ്രിയാമണി ചോദിക്കുന്നുണ്ട്, മാഷ് ഇത് എവിടെ പോയതായിരുന്നു എന്ന്. അന്നേരം പറയും, ഞാനൊന്ന് ഹാളിലോട്ട് ചെന്നതാണ്, ഞാൻ സ്റ്റേജിൽ കയറി എല്ലാ കാര്യങ്ങളും റെഡിയാണോ എന്ന് വിശ്വജിത്തിനോട് ചോദിച്ചു, അതുപോലെ പൂജാരിയോടും പൂജ തുടങ്ങാൻ പറഞ്ഞിട്ടാണ് വന്നത് എന്നൊക്കെ പറയും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് സുജിത്തിനോട് ചോദിക്കും, അതെ ആ മഹേഷിൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ ആ ആളില്ല, അയാൾക്ക് ചെറിയ മഹേഷിൻ്റെ ഒരു ചായ ഇല്ലേന്ന് ചോദിക്കും. അന്നേരം പിന്നെ ചായയൊന്നുമില്ല, അച്ഛന് ചെറിയച്ഛന് തോന്നുന്നതാണ്, ഇന്നാൾ ടി വിയിലൊക്കെ കണ്ടില്ല, അതുകൊണ്ട് ഓർമ്മ അങ്ങനെ കിടക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ, ഓ ശരിയായിരിക്കും എന്ന് മാഷും പറയുന്നു. അങ്ങനെ ഇവരിയ്ക്കുമ്പോൾ അതേ വരുന്നു നമ്മുടെ ആകാശും രചനയും കൂടെ വരുവാണ്. രചനയ്ക്ക് നല്ല ടെൻഷനാണ്, വിവാഹം അങ്ങനെ നടക്കുമോ എന്നോർത്ത്. അവർ കയറി വരുന്നത് സ്വീകരിക്കുന്നുണ്ട്. സ്വീകരിക്കുമ്പോൾ ആകാശ് പറയും, ഞാൻ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയാണ്, മഹേഷിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല, കാരണം എൻ്റെ ആവശ്യമാണല്ലോ ഇത് എന്നൊക്കെ പറയും. അന്നേരം ഏതായാലും നല്ല കാര്യം വന്നല്ലോ, നിങ്ങൾ അകത്തേക്ക് ഇരിക്കുകയെന്ന് പറയും. അന്നേക്കും ചിപ്പിമോൾ ഓടി വന്ന് മുട്ടായി എടുത്ത് കൈ കൊടുക്കൂട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹമാണ്. അന്നേരം ദേഷ്യം വന്നിട്ട് രചന ചോദിക്കും, അമ്മയുടെയോ എന്ന് ചോദിക്കുമ്പം, അല്ല ഇന്ന് എൻ്റെ അച്ഛൻ്റെ വിവാഹമാണ്, അമ്മ വന്നല്ലോ എന്ന് പറഞ്ഞതാന്ന് പറയുമ്പം, മോളെ നീ വീട്ടിലോട്ടാണ് വരുന്നേ, അത് മറക്കണ്ട എന്ന് പറയുവാണ് രചന. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരുടെ അകത്തോട്ട് കയറിപ്പോയേ. അന്നേരം ചിപ്പി അക്ഷിതയുടെ മോനോട് പറയുന്നുണ്ട്, അത് കണ്ടോ എൻ്റെ അമ്മയുടെ കൂടെ ഒരു അങ്കിള്, അതാണ് അമ്മയുടെ ഗമ്മ, അമ്മയെ എപ്പോഴും ഒട്ടിപ്പിടിച്ചേ നടക്കുള്ളൂ എന്ന് പറയും. ഇവരിങ്ങനെ പറയുന്നത് രചനയും ആകാശം കേൾക്കുന്നുണ്ട്. അന്നേരം ഇവരിത് പറയുന്നത് കേൾക്കും കേട്ടോ, രചന ആകാശിന് ദേഷ്യം വന്നിട്ട് തിരിച്ച് ചിപ്പിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുമ്പോഴേക്കും രചന തടയും. എന്നിട്ട് പറയും, വേണ്ട, അവൾ വീട്ടിലോട്ട് തന്നെയല്ലേ വരുന്നത്, നമ്മൾ ഇന്ന് ഇവിടെ വന്നത് എന്തിനാണെന്ന് നമുക്കറിയാലോ, ഒന്ന് അതുകൊണ്ട് വാ എന്ന് പറഞ്ഞ് ആകാശിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പം അവിടെ കളിയാക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ചിപ്പി. ഏതായാലും ആകാശം രചനയും കൂടെ അകത്തോട്ട് ചെല്ലുമ്പോൾ വിനോദിനെ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സെറ്റല്ലേ എന്ന് ചോദിക്കും. അന്നേരം എല്ലാം സെറ്റാണ് എന്ന് പറയുമ്പം ആകെ ടെൻഷനിൽ രചന പറയുന്നുണ്ട്, ഇതിലെന്തെങ്കിലും തടസ്സം വരുമോ, ഇത് കല്യാണം അങ്ങനെ നടക്കുമോ എന്ന് ചോദിക്കുമ്പം വിനോദ് പറയുന്നുണ്ട്, വിനോദ് ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കാൻ പോവുകയാണ്, അത് ഇഷിതയുടെ സൈസ് ഓപ്പറേഷനല്ല, ഇവിടെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ തോക്കും കടാരയൊക്കെയാണ് എന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേക്കും അങ്ങോട്ട് മനസ്സിന് വന്നുണ്ട്. അന്നേരം മനസ്സിനോട് ചോദിക്കും, എന്തായി കാര്യം എന്ന് ചോദിക്കുമ്പം, എല്ലാം സെറ്റാണ്, ഞാൻ കറക്റ്റ് ടൈമിൽ ഇഷിതനെ ബാത്റൂമിൻ്റെ അവിടെ കൊണ്ടുവന്നേക്കാം, ബാക്കി നിങ്ങൾ ചെയ്തോളിയല്ലേ, എൻ്റെ കാര്യം ഞാൻ നന്നായിട്ട് ചെയ്തോളാം എന്ന് പറയും. എന്നിട്ട് നമ്മളിവിടെ സംസാരിച്ച് നിൽക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയമാകുമെന്ന് പറഞ്ഞ് മനസ്സിനെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ആകാശ് വിനോദിനോട് ചോദിക്കുന്നുണ്ട്, ചെറുക്കൻ വരാറായി എന്നാണ് പറഞ്ഞത്, സ്വീകരിക്കാൻ വരുന്നില്ലേന്ന്. അന്നേരം വിനോദ് പറയും, ഇല്ല വരുന്നില്ല, വരാൻ ആഗ്രഹമുണ്ട് പക്ഷെ കഴിയില്ല എന്ന് പറയുമ്പം, എങ്കിൽ ശരി ഞാനൊന്ന് പോയി അവനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ആകാശ് അങ്ങോട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് ചെറുക്കൻ വരുന്നു, എല്ലാവരും വന്ന് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മാലയൊക്കെ ഇട്ട് മഹേഷിനെ സ്വീകരിക്കുന്ന സമയത്ത് മഹേഷ് നോക്കുമ്പം ആകാശിനെ കാണുന്നുണ്ട്. ആകാശിനെ കാണുന്നതേ മഹേഷിൻ്റെ മുഖം അങ്ങ് മുറുകും, കാരണം രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹമാണല്ലോ. അത് കഴിഞ്ഞ് ചെറുക്കനെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. ആകാശം അകത്തേക്ക് വരുന്നുണ്ട്. ഈ സമയം ഇഷിത ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പം സുചിത്ര അടുത്ത് വന്നിട്ട് പറയും, ഇങ്ങോട്ട് മാറി നിന്നേ, ഞാൻ ശരിക്കൊന്ന് കാണട്ടെ അവസാനമായിട്ടെ എന്ന് പറയും. അന്നേരം മനസ്സിന് ചോദിക്കും, അതെന്താ അങ്ങനെ പറഞ്ഞത്, ഇവൾ എന്നെ മരിച്ചു പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല, അരമണിക്കൂർ കഴിഞ്ഞാൽ ഇഷിത അയ്യർ മാറി ഇഷിത മഹേഷ് ആകൂല, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേക്കും അങ്ങോട്ട് ചിപ്പി വരുന്നുണ്ട്. ചിപ്പിക്ക് നല്ല സന്തോഷമാണ് ഇഷിതനെ ഈ വേഷത്തിൽ കണ്ടെത്തേക്കും, എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ പ്രഭുദേവ മാഷും വരും. മാഷിന് കല്യാണ വേഷത്തിൽ ഇഷിതയെ കണ്ടു കഴിയുന്നേക്കും കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട്.
പറയുന്നുണ്ട്, തലയെ തൊട്ട് അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണ്. അന്നേരം മനസ്സുനി അവിടെ നിൽപ്പുണ്ട്. പക്ഷേ മനസ്സുനി അവിടെ നിൽക്കാൻ സമ്മതിക്കാതെ പ്രിയാമണി വാന്ന് ഇവരൊക്കെ ഉണ്ടല്ലോ ഇഷിതയുടെ കൂടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെയും കാണിക്കുന്നത് ആകാശിനും രജനിയാണ്. രജനിക്ക് ആകെ ടെൻഷനായി. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, കല്യാണം നടക്കുമോ, ഇതിനകത്ത് എന്തെങ്കിലും തടസ്സം വരുമോ, അവർ വിചാരിച്ചേക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സം വരുമോ എന്നുള്ളൊക്കെ ടെൻഷനാണ്. അന്നേരം ആകാശ് പറയും, അതൊക്കെ നടക്കും, നീ ടെൻഷൻ ആകാതെ ഇരിക്കുക എന്ന് പറയും. എന്നിട്ട് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞാൽ മഹേഷ് ഫ്രണ്ടിലിരിപ്പുണ്ട്. മഹേഷിൻ്റെ ബാക്കിൽ ഒരു കസേര വന്നിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഓ ഇന്ന് നിൻ്റെ വിവാഹമാണല്ലേ, നിൻ്റെ ഭാര്യനെ ഞാൻ തട്ടിക്കൊണ്ടുപോയി, അതുപോലെ തന്നെ നീ ഇന്ന് കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഞാൻ തട്ടിക്കൊണ്ടുപോകും. വിവാഹ ജീവിതമൊന്നും നിനക്ക് പറ്റിയതല്ല, എന്നെപ്പോലെയുള്ള ആണുങ്ങൾക്ക് പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുന്നേറ്റ് പോവാണ്. അന്നേരം ദേഷ്യം വരുന്നുണ്ട് മഹേഷിന്. അതൊക്കെയും മഹേഷിൻ്റെ അച്ഛനൊക്കെ അടുത്ത് വന്നിരിപ്പുണ്ട്. അവർ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് കല്യാണ മണ്ഡപത്തിലേക്ക് ചെറുക്കനെ സ്വീകരിച്ച് കൊണ്ടുവരും. അവിടെ കയറി നിന്നതിന് ശേഷം അച്ഛന് ദക്ഷിണയൊക്കെ കൊടുത്ത് അതിനൊരു വലത്തൊക്കെ വെച്ച് അവിടെ വന്നിരിക്കുവാണ് മഹേഷ്. ഈ സമയം ഇഷിതയുടെ അടുത്തോട്ട് വരുന്നുണ്ട് മനസ്സുനി. എന്നിട്ട് ഇഷിതയുടെ കൂടെ നിന്ന് അഷിതയും സുജിത്തിനെയും പറഞ്ഞു വിടും, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക, നിങ്ങളുടെ ആവശ്യം അവിടെയാണ്, ഇവിടെ ഞാൻ നിന്നോളാം എന്ന് പറയും. എന്നിട്ട് അവർ പോയി കഴിയുമ്പം ഇഷിതയോട് പറയുന്നുണ്ട്, അതേ ടോയ്ലറ്റിലൊന്ന് പോയിട്ട് മണ്ഡപത്തിലേക്ക് പോയാൽ മതി എന്ന് പറയും. അന്നേരം ഇഷിത പറയും, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ പോകണ്ടെന്ന് പറയുമ്പം ഇനി കുറേ നേരത്തേക്ക് അവിടെ നിൽക്കാനുള്ളൂ, അതുകൊണ്ട് പോയിട്ട് പോകാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. അന്നേരം ഞാൻ കമ്മലിട്ടിട്ടില്ല, എന്നാൽ കമ്മലോട് ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് കമ്മലിടാനായിട്ട് അങ്ങോട്ട് തിരിയുവാണ് ഇഷിത. ഈ സമയം അവർക്ക് മെസ്സേജ് അയക്കും കേട്ടോ, 5 മിനിറ്റിനകം ബാത്റൂമിലേക്ക് വരുമെന്ന് പറഞ്ഞ് മനസ്സിന് മെസ്സേജ് അയക്കും. ആ മെസ്സേജ് കിട്ടി കഴിയുന്നത് വിനോദ് എഴുന്നേറ്റ് വന്ന് ഗുണ്ടകളോട് പറയുന്നുണ്ട്, ബാത്റൂം ഇന്ന സൈഡിലാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കല്യാണപ്പെണ്ണ് കാണും, അവിടുന്ന് നിങ്ങൾ അവരെ തട്ടിക്കൊണ്ട് പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ആകാശും രജനയും. രജന പറയുന്നുണ്ട്, എൻ്റെ ചങ്കിടിക്കുക, എല്ലാം കറക്റ്റ് നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം പ്രശ്നമൊന്നും ഇല്ലെന്നേ, കാര്യങ്ങൾ നടന്നോളൂ എന്ന് വിനോദ് പറയുന്നു. ഏതായാലും പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനുള്ള സമയമായി. പെണ്ണിനെ വിളിക്കാനായിട്ട് അഷിത പോകുന്നുണ്ട്. ഈ സമയം ഇഷിതയും കൊണ്ട് മനസ്സുനി ബാത്റൂമിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഇഷിത ബാത്റൂമിൽ കയറുന്ന സമയം മനസ്സുനി ഗുണ്ടകളെ വിളിക്കും. അവർ വന്ന് മനസ്സുനിയുടെ വായൊക്കെ അടച്ചു വയ്ക്കും കേട്ടോ, മറ്റേ പ്ലാസ്റ്റർ വെച്ച് അടച്ചു വയ്ക്കും, കൈയൊക്കെ ബാക്കിൽ കെട്ടിയിടും. എന്നിട്ട് ഒച്ച എടുക്കാൻ പറയും. അപ്പോൾ ആ ഒച്ച കേട്ടുകൊണ്ടാണ് പെട്ടെന്ന് ഇഷിത ഇറങ്ങി വന്നെ. അപ്പം ഇഷിതനെ തോക്ക് ചൂണ്ടി പേടിപ്പിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നോണം, അല്ലെങ്കിൽ സ്റ്റേജിൽ നിൽക്കുന്ന നിൻ്റെ അച്ഛനെയും അമ്മയും ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തുമെന്ന് പറയുമ്പം ഞാൻ കൂടെ വന്നോളാം എന്ന് പറഞ്ഞ് ഇഷിത കൂടെ പോവുകയാണ്. ഇഷിതയും കൊണ്ട് ഒരാളങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും മറ്റേ ആൾ വന്ന് കയ്യിൽ കെട്ടൊക്കെ അഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മനസ്സുനിയുടെ. അന്നേരം മനസ്സിൽ ഓർക്കുവാണ്, എൻ്റെ മകൻ്റെ കൊച്ചിനെ കൊന്ന് നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലടി എന്ന്. അങ്ങനെ ഇഷിതയും കൊണ്ട് ഗുണ്ടകൾ പുറത്തേക്ക് പോകുന്നു. ഇഷിതയുടെ പുറകിൽ തോക്ക് ചൂണ്ടിയാണ് കൊണ്ടുപോകുന്നത്. ഈ സമയം സ്റ്റേജിലേക്ക് ഇഷിത വരാതെയാണെങ്കിൽ എല്ലാവർക്കും ടെൻഷനാവും, ഇതെന്താ താമസിക്കുന്നത് എന്നോർത്ത് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഈ സമയം അഷിത അവിടെ റൂമിൽ വന്ന് ഇഷിതനെ വിളിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മനസ്സിനെ ഓടി വരും. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഞങ്ങൾ ബാത്റൂമിൽ ചെന്നപ്പം അവിടെ വന്ന് 2 ഗുണ്ടകൾ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഇഷിതയും കൊണ്ട് പോയി, എൻ്റെ കൈയൊക്കെ കെട്ടിയിട്ടേക്കുമായിരുന്നു, കല്യാണത്തിന് വന്ന ഒരാളാണ് അതെല്ലാം അഴിച്ചു തന്നതെന്ന് പറയും. അന്നേരം ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് തളർന്ന് അവിടെ അങ്ങ് ഇരിക്കുവാണ് അഷിത. ഈ സമയം മനസ്സുനി ഓടി സ്റ്റേജിൽ അങ്ങോട്ട് മണ്ഡപത്തിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഈ വിവരം അവിടെ എല്ലാവരെയും അറിയിക്കുന്നു. അന്നേരം മാഷ് അത് കേട്ട് ആകെ ടെൻഷനായി നെഞ്ചിന് കൈ കൊടുത്ത് ഇങ്ങനെ തളർന്നിരിക്കുവാണ്. ആകെ സങ്കടത്തിലാണ് മഹേഷും വീട്ടുകാരും എല്ലാവരും. അന്നേരം ഭയങ്കര സന്തോഷത്തോടെ പ്രതികാരം വീട്ടിയ ഒരു സന്തോഷത്തോടു കൂടി ആകാശിനെയും രജനെയും ഒക്കെ നോക്കുന്നുണ്ട് മനസ്സിന്. അവരെല്ലാവരും നല്ല ഹാപ്പി ആട്ടോ. അന്തേക്കും അഷിത അങ്ങോട്ട് വരും. അച്ഛാ എന്ത് പറ്റി എന്ന് ചോദിച്ചിങ്ങനെ മാഷിൻ്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് താലമായിട്ട് കുട്ടികളെല്ലാവരും കൂടെ കയറി വരുന്നു. ആ കൂടെ ഇഷിതയുണ്ട്. ഇഷിത ആനയിച്ചുകൊണ്ട് വരുന്ന കാണുമ്പോഴേക്കും മനസ്സിനും ആകാശിനും രചനയ്ക്കും ഒക്കെ ആകെ ടെൻഷൻ. അവരെല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നു. ഭയങ്കര സന്തോഷത്തിലാവുകയാണ് മഹേഷും വീട്ടുകാരും എല്ലാവരും. അങ്ങനെ സ്റ്റേജിലേക്ക് എത്തുന്നു ഇഷിത. അത് കാണുമ്പോഴേക്കും മാഷിന് സന്തോഷം. മാഷും എഴുന്നേക്കും. അത് കഴിഞ്ഞ് പെണ്ണിനെ സ്വീകരിച്ച് ഒരു വലത്തൊക്കെ മണ്ഡപത്തിന് വെച്ച് എല്ലാവരെയും നോക്കി കൈകൂപ്പി നിൽക്കുന്ന ഇഷിതയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.